ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് കർണാടക സ്റ്റേറ്റിലെ ചിത്രദുർഗ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. ചിത്രഗുപ്ത അല്ല, ചിത്രദുർഗ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണമെന്ന് ഐഡിയ ഇല്ല, അല്ലെങ്കിൽ ഞാൻ താഴ്ന്ന് കുറച്ച് ഡീറ്റെയിൽ എടുത്തേനെ. ഇപ്പോൾ ഞാൻ മുകളിൽ വന്നിട്ടാകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊരു മോഹം തോന്നി. അങ്ങനത്തെ എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ, അതുകൊണ്ട് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇതാര് ചേട്ടന്മാർ രണ്ടുപേരും വരുന്നേ? കൊള്ളാം, നല്ല ചേട്ടൻ, കാണാനും കൊള്ളാം. അപ്പം അങ്ങോട്ട് ഹായ്. ഇത് ഈ വീഡിയോ ഇടാനും എടുക്കാനും കാരണം കുറേ പ്ലേസ് ഞാൻ കണ്ടിട്ടുണ്ട്, നിറയെ സ്ഥലങ്ങൾ. പക്ഷേ ഇവിടെ കാണാനല്ല, ഇവിടെ വന്നെങ്കിൽ ഇവിടെ അടിക്കുന്ന കാറ്റ്, അത് കാറ്റെന്ന് വെച്ചെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഒരു രസമുള്ള ഒരു ഫീല് തരുന്ന കാറ്റ്. അതായത് ഈ കാറ്റിൻ്റെ ഫീൽ എങ്ങനെയെന്ന് വെച്ചെങ്കിൽ നല്ല ഒരു പാട്ടോട് ചേർന്ന് വരുന്ന കാറ്റാണ് ഇവിടുത്തെ കാറ്റ്. അപ്പോൾ ഇത് ഒരു 3/4 ഭാഗം ഞാൻ എത്തിയിട്ട് എടുത്തിട്ട് വീഡിയോ ആണ്. ഇതിൻ്റെ അടി ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ഇതൊക്കെ ഓരോ മലകൾ, ഓരോ കുന്ന്. ഇതിപ്പോൾ ഒരു മലയുടെ മുകളിൽ നിന്നിട്ട് ഞാൻ എടുത്ത വീഡിയോ. അപ്പുറത്തപ്പുറത്ത് ഇഷ്ടംപോലെ മലകളുണ്ട്. പിന്നെ പാറയുടെ മുകളിൽ പറക്കി വെച്ചതുപോലത്തെ കല്ല്, ഒരു കാണാനൊരു ഇത് ഭയങ്കര ഫീൽ. ഇത് കെട്ടുന്ന സ്ട്രക്ചർ, അതൊക്കെ ഒരു ഭയങ്കര ഒരിത്. നിറയെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഇത് കാണാൻ, ഫോട്ടോ എടുക്കാൻ, വീഡിയോ എടുക്കാൻ. അങ്ങനെ ഒരേ പേര് വരുന്നുണ്ട്. എപ്പം ഈ വീഡിയോ ഞാൻ എടുക്കുന്ന സമയത്തൊക്കെ നോക്കി ഈ ചേട്ടന്മാർ മാത്രം എപ്പോഴും എൻ്റെ വീഡിയോയുടെ ഫ്രണ്ടിലുണ്ട്. എന്താ കഥയെന്നറിയില്ല. ഞാനിവരെ പരിചയപ്പെട്ടു, അത് ഞാൻ പയ്യെ പറയാം. അപ്പോൾ ഇത് മേളിൽ വരുമ്പോഴത്തേക്ക് താഴെ ചെരുപ്പ് ഇട്ടിട്ട് വേണം മേളിൽ വരാൻ. ചെരുപ്പ് ഇട്ടുകൊണ്ട് വരാൻ പറ്റിയല്ല, പക്ഷെ നോക്കണം, ചെരുപ്പാരും കടിച്ചുകൊണ്ട് പോകാതെ നോക്കണം. ഇത് കുറച്ചുകൂടെ, ഇത് ഇന്നൊരു കോട്ട, കുറച്ചുകൂടെ നല്ല കുറച്ച് താഴെ വരുമ്പോൾ ഇന്നൊരു കോട്ട. അത് കാണാൻ ഭയങ്കര രസം. ഈ വീഡിയോ ഞാൻ മൊബൈലിൽ ഷൂട്ട് ചെയ്തത്. ഇത് കൊള്ളാം. ഇവരെവിടെ പോയാലും നമ്മളെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഞാനിവരൊന്ന് പരിചയപ്പെട്ട കേട്ടോ. ഇവര് നമുക്ക് ഇവിടെ സുള്യ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ചേട്ടന്മാർ രണ്ടുപേരും നല്ല നല്ല ആൾക്കാർ. അങ്ങനെ കുറേ പരിചയപ്പെട്ടു, അടുത്ത് കുറേ മിണ്ടൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്, അത് ഇതിലിപ്പോൾ ചേർക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് മാത്രം. പിന്നെ ചേട്ടന്മാർ ഞാൻ കുറേ സംസാരിച്ചു. അത് പിന്നെ അവർ ഇത് കാണാനും ഇത് ആസ്വദിക്കണമെങ്കിൽ ഇത് വന്നിട്ട് തന്നെ കാണും. ഭയങ്കര നല്ലൊരു ഇത്. അപ്പൊ ഈ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞെന്താ വെച്ചെങ്കിൽ, ഇപ്പൊ അവര് പറയുന്ന സംസാരം ഞാൻ നിങ്ങൾക്ക് ഇടുന്നില്ല, ഞാൻ പറയുന്നത് ഇവര് പറഞ്ഞെന്താന്ന് വെച്ചെങ്കിൽ, ഈ ചേട്ടൻ പറയുന്നത് ഇതിന്റെ പ്ലാന് കൊടുത്തത് ഈ ചേട്ടനാണ്. ഈ ചേട്ടനാണ് ഇത് കോട്ട കെട്ടാനുള്ള പ്ലാന് കൊടുത്തത്. അപ്പൊ ഈ ചേട്ടായി പറഞ്ഞത് എന്താ വെച്ചെങ്കിൽ, ഈ ചേട്ടായാണ് ഈ പണി ഫുള്ള് ആൾക്കാരെ വെച്ച് നടത്തിച്ചത്. അതായത് അത് എഞ്ചിനീയർ, ഇത് കോൺട്രാക്ടർ. ഇതാണ് ഇവർ രണ്ടുപേരും സംസാരം. നല്ലല്ലേ? അപ്പോൾ ഇത് താഴെ കഴിഞ്ഞിട്ട് മേളൊരു മലകുരു ഇന്നൊരു പാറയിൽ കയറുന്ന വഴിയാണ്. സ്റ്റെപ്പൊക്കെ കണ്ടോ? ഞാനൊരു അരപ്പാകം എത്തിയിട്ട് താഴത്തെ ഇതൊന്ന് വ്യൂ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. ഭയങ്കര കഷ്ടം. അതായത് കാല് വെക്കാനുള്ള സ്ഥലം മാത്രം ഒന്ന് കൊത്തി വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഇത് കാല് വെക്കാൻ മാത്രം. അത് കാല് വെക്കാന്ന് വെച്ചാൽ കാല് ഫുള്ള് നിൽക്കുന്നില്ല, കാലിന്റെ പകുതിയോളം, നമ്മളെ പാദത്തിന്റെ പകുതിയോളം മാത്രം നിൽക്കും, വേറെ എന്തും നിൽക്കാ. കയറുന്നത് കഷ്ടം. ഞാന് എന്റെ കൂട്ടത്തെ ആള് വേറെ ഉണ്ടായിരുന്നു, 2-3 പേര്. പക്ഷെ കയറുന്നത് ഞാൻ ഒറ്റയ്ക്ക് മാത്രം. പക്ഷെ അവർക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടല്ല, അവര് വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് കയറിയത്. അപ്പൊ അതിന്റെ ടോപ്പാണിത്. ഇതിന്റെ ടോപ്പില് ഇതാ ഇങ്ങനത്തെ ഒരു കുളമുണ്ട്. കാണാൻ നല്ല രസം. ഇത് കാണാൻ ഭയങ്കര രസം കുളം. പക്ഷെ ഇതില് താഴ്ച എത്രയാണെന്ന് എനിക്കറിയില്ല. കാരണം സുഹൃത്തുക്കളെ, അതിൽ ഇറങ്ങണം എന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ ഒറ്റയ്ക്ക് കണ്ട് ചെറിയൊരു പേടി, അതുകൊണ്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ അപ്പുറത്തൊക്കെ വേറെ മലയാണ് അത് കാണുന്നത്. അത് ഈ കല്ലുകൾ ചെറിയ പറക്കി വെച്ചതുപോലെ പറക്കി വെച്ചാല് ഇതെന്ത് SDO ഏതോ പിള്ളേർ വന്നിട്ട് ആരൊക്കെ ഇൻസിൽ എഴുതി വെച്ചാണ്. നമ്മളും പണ്ട് ഈ പാറലൊക്കെ എഴുതി വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ, നമ്മൾ അതുപോലെ പിള്ളേരെ ചെയ്തത്. നല്ലുണ്ട്. ഇതേപോലത്തെ പ്ലേസ് കാണണമെങ്കിൽ നല്ല ഹോളിവുഡ് സിനിമ ഇല്ലെങ്കിൽ ചൈനയിലൊക്കെ ഇങ്ങനത്തെ പ്ലേസ് ഉള്ളൂ. എന്നാൽ തെറ്റ് നമ്മുടെ ഇന്ത്യക്കകത്തും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. ഇത് കർണാടക സ്റ്റേറ്റിലെ ചിത്രദുർഗ എന്ന് പറയുന്ന ഒരു സ്ഥലം. എൻ്റെ ഫസ്റ്റ് വീഡിയോ, അതുകൊണ്ട് ഡീറ്റെയിൽ വലിയതായിട്ട് എങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഇട്ടിട്ടുണ്ട്.